ഏർലി ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരു നെഗറ്റീവ് സെക്ഷൽ എക്സ്പീരിയൻസ്, അതുമല്ലെങ്കിൽ ഒരു സെക്ഷൽ ട്രോമ നമ്മുടെ അഡോൾട്ട്ഹുഡ്ലി സെക്ഷൽ ലൈഫിനെ എഫക്റ്റ് ചെയ്യുമോ? ലെറ്റ്സ് ലുക്ക് അറ്റ് ഇറ്റ്. ഫിസിക്കൽ ഇൻറ്റിമസി ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഒന്നാണ് ഈ സെക്ഷൽ ട്രോമ എന്നുള്ളത്. കാരണം ലൈഫിൽ ഏത് സിറ്റുവേഷനിൽ വേണമെങ്കിലും അത് സംഭവിക്കാം. ഏജ്, ജെൻഡർ അതൊന്നും അവിടെ ബാധകമല്ല. ചിലപ്പോൾ അതൊരു സിംഗിൾ എക്സ്പീരിയൻസ് ആയിരിക്കാം, അതും അല്ലെങ്കിൽ അതൊരു റെഗുലർ അബ്യൂസ് ആയിരിക്കാം. പക്ഷേ അത് അവരുടെ മൈൻഡിനോടും ബോഡിയോടും ഉണ്ടാക്കുന്ന ഒരു സ്കാർ അത് വളരെ വലുതായിരിക്കും. കാരണം വിത്തൗട്ട് കൺസേണോട് കൂടിയും അല്ലെങ്കിൽ അവരെ പവർലെസ് ആക്കിയിട്ടുമായിരിക്കാം അത് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. അതൊരു വലിയ ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആണ് അവരുടെ ലൈഫിൽ ഉണ്ടാക്കുക. ഇതെല്ലാം പ്രധാനമായും നമ്മുടെ വ്യക്തിത്വത്തെയും നമ്മുടെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ബന്ധങ്ങളിലും എല്ലാം റിഫ്ലക്റ്റ് ചെയ്യും. പ്രധാനമായും നമ്മുടെ ബോഡിയിലും സെക്ഷൽ എക്സ്പീരിയൻസ് സമയത്ത് സേഫ് അല്ല എന്നുള്ള ഒരു ഫീലും ചെയ്യിപ്പിക്കും. അതിനൊപ്പം തന്നെ സെക്ഷൽ പ്ലഷർ എക്സ്പീരിയൻസ് ചെയ്തതിനുള്ള ബുദ്ധിമുട്ട്, അഡിക്ഷൻസ്, ഫിസിക്കൽ ഇൻറ്റിമസിയോടുള്ള ഒരു അൺഹെൽത്തി റിലേഷൻഷിപ്പ്, ഇതെല്ലാം സെക്ഷൽ പ്രിഫറൻസിനെയും സെക്ഷൽ ബിഹേവിയറിനെയും മോൾഡ് ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പല സെക്ഷൽ ഡിസോർഡേഴ്സും സെക്ഷൽ ഇഷ്യൂസും എല്ലാം ഇത്തരം ട്രോമയുടെ റിസൾട്ട് ആയിട്ട് ഉണ്ടായിരിക്കുന്നതായിരിക്കാം. ഉദാഹരണത്തിന് ലോ അല്ലെങ്കിൽ അമിതമായ സെക്ഷൽ ഡിസയർ, സെക്സിനോടുള്ള അവേർഷൻ, ഭയം, പെയിൻഫുൾ സെക്സ്, അറൗസ്ഡ് ആവാനുള്ള ബുദ്ധിമുട്ട് ലൈക്ക് വജൈനൽ ഡ്രൈനസ്, ED, ഓർഗാസം എക്സ്പീരിയൻസ് ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ട്. അതുപോലെ പലരിലും PTSD പോലെയുള്ള പ്രസന്റിലുള്ള സെക്ഷൽ ലൈഫിനെ ബാധിക്കുന്ന തരത്തിൽ പാസ്റ്റിൽ ഉണ്ടായ എക്സ്പീരിയൻസ്, ബാഡ് മെമ്മറീസ്, നൈറ്റ് മെയേഴ്സ് ഒക്കെ ആയിട്ട് ഒരു ഫ്ലാഷ് ബാക്ക് പോലെ വരാൻ സാധ്യതയുണ്ട്. ഇത് പലപ്പോഴും ഇന്നത്തെ റിലേഷൻഷിപ്പിനെയും ഇന്നത്തെ ഫിസിക്കൽ ഇൻറ്റിമസിയെയും വളരെയധികം ബാധിക്കാൻ സാധ്യതയുണ്ട് ചിലരിൽ. സെക്സ് ആൻഡ് ഇൻറ്റിമസിയുമായിട്ട് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങളെ വളരെ ഇൻസെക്യൂർ ആക്കുകയും നിങ്ങളുടെ കറണ്ട് റിലേഷൻഷിപ്പിലെ ഇൻറ്റിമസിയിൽ ഇഷ്യൂസ് ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ടായിരിക്കാം. ഇതെല്ലാം നിങ്ങളെ വളരെ ഓവർവെൽം ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു നോ, ഇതൊന്നും പെർമനന്റ് അല്ല. ഹീലിംഗ് ഈസ് പോസിബിൾ. ഓരോ വ്യക്തിയുടെ എക്സ്പീരിയൻസ് അനുസരിച്ചും ഹീലിംഗ് ജേർണിയും ഡിഫറെൻ്റ് ആയിരിക്കും. ബട്ട് വിത്ത് ടൈം, റൈറ്റ് ഗൈഡൻസ് ആൻഡ് പ്രൊഫഷണൽ സപ്പോർട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയിലേക്കും സെക്ഷൽ എക്സ്പീരിയൻസിൽ സേഫായി ഫീൽ ചെയ്യാനും സാധിക്കും. അതായത് ഒരു പ്രോബ്ലംസും ഇല്ലാതെ സെക്ഷൽ പ്ലഷർ എക്സ്പീരിയൻസ് ചെയ്യാനും ഫിസിക്കൽ ഇൻറ്റിമസിയിൽ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനും അതൊന്നും യാതൊരു ഗിൽറ്റും ഷെയിമും ഇല്ലാതെ എൻജോയ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. സോ ഒരു സെക്ഷൽ ട്രോമ നേരിട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അത് ഹീൽ ചെയ്യാനുള്ള കുറച്ച് ടിപ്സ് നമുക്ക് നോക്കാം. നമ്പർ 1, സ്റ്റോപ്പ് ബ്ലെയിമിങ് യുവർ സെൽഫ് ഫോർ യുവർ ട്രോമ. ഇത്തരം സിറ്റുവേഷനിലൂടെ കടന്നു വന്നിട്ടുള്ള പലരും ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഷെയിമും ഗിൽറ്റും തോന്നുന്നവരായിരിക്കാം. കാരണം ഇത്തരം ഒരു സിറ്റുവേഷൻ ഉണ്ടാവാൻ കാരണം ഞാൻ മോശമായതുകൊണ്ടായിരിക്കാം എന്നൊരു ചിന്ത അവരിൽ ഉണ്ടാകാം. നമുക്കറിയാം പല വീടുകളിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അബ്യൂസ് നേരിട്ട വ്യക്തി അതിനെക്കുറിച്ച് ഓപ്പൺ അപ്പ് ആകുമ്പോൾ പലപ്പോഴും സർവൈവറെ ബ്ലെയിം ചെയ്യുന്ന രീതിയാണ് ഉണ്ടാവുക. കാരണം നീ അങ്ങനെ ചെയ്തതുകൊണ്ടാണ്, നീ അത്തരം വസ്ത്രം ധരിച്ചതുകൊണ്ടാണ്, നീ അവരെ വശീകരിച്ചതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അതായത് കുറ്റമെല്ലാം സർവൈവറുടെ തലയിൽ. ഫാമിലിയുടെ പേര് നശിക്കാതിരിക്കാൻ വേണ്ടി അബ്യൂസറെ ശിക്ഷിക്കുകയും അതിനൊപ്പം സർവൈവറെ ബ്ലെയിം ചെയ്ത് ഭീഷണിപ്പെടുത്തി സൈലന്റ് ആക്കുന്ന സിറ്റുവേഷൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സർവൈവറെ ഇത് കൂടുതൽ ഒരു ട്രോമയിലേക്കാണ് എത്തിക്കുക. സ്വയം ക്രിട്ടിസൈസ് ചെയ്ത് എല്ലാം ഞാൻ കാരണമാണ് എന്ന് ചിന്തിക്കുന്ന തലത്തിലേക്ക് ഇത് സർവൈവറെ എത്തിക്കാം. നിങ്ങൾക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ സെക്ഷൽ ലൈഫിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒന്ന് ഓർക്കുക, ഇറ്റ്സ് നോട്ട് യുവർ ഫോൾട്ട്. മുൻപ് പറഞ്ഞ പോലെ ഇത്തരം ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ പലപ്പോഴും കേൾക്കാറുള്ള നിന്റെ തെറ്റുകൊണ്ടാണ്, നിന്റെ വസ്ത്രധാരണമാണ്, നിന്റെ പ്രശ്നങ്ങളാണ് എന്ന് പറയുമ്പോൾ ഒന്ന് ഓർക്കുക, അത് നിങ്ങളുടെ തെറ്റല്ല. നിങ്ങളെ നിസ്സഹായകനാക്കിക്കൊണ്ട് നിങ്ങളുടെ കൺസേണിന് യാതൊരു വിലയും കൽപ്പിക്കാതെ നിങ്ങളുടെ അടുത്ത് ഒരാൾ പെരുമാറിയത് കൊണ്ടാണ്. അത് ഏതൊരു സാഹചര്യത്തിലും നിങ്ങളുടെ തെറ്റാവുന്നില്ല. അതിന് ആരെങ്കിലും തെറ്റാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ദേ ആർ ഓൾ പാർട്ട് ഓഫ് ദ പ്രോബ്ലം. നമ്പർ 2, കോപ്പിംഗ് വിത്ത് യുവർ ട്രിഗേഴ്സ്. അതായത് നമ്മുടെ പാസ്റ്റ് ലൈഫിൽ ഉണ്ടായിട്ടുള്ള ആ നെഗറ്റീവ് എക്സ്പീരിയൻസ് നമ്മുടെ പ്രസന്റ് ലൈഫിലും ചില സിറ്റുവേഷനുകളിലും ചില കാര്യങ്ങളിലും ഒക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തും. അതായത് ചില സ്മെല്ല്, ചില പ്ലേസ്, ചില ടച്ച്, അതൊക്കെ ആദ്യം ചെയ്യേണ്ടത് അത് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. അതിൻ്റെ ഒപ്പം അത്തരമൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യണേ എന്നതുകൂടി തിരിച്ചറിയാം. അതിനൊപ്പം തന്നെ വളരെ ഹെൽത്തി ആയ രീതിയിൽ നമ്മൾ അതിനെ എങ്ങനെ ഡീൽ ചെയ്യണം, ഇതൊക്കെയാണ് റിക്കവറിയുടെ ആദ്യപടിയായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. നമ്പർ 3, റീകണക്ട് വിത്ത് യുവർ ബോഡി. നമ്മുടെ ബോഡിയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ പങ്കാളിയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാതെ വരികയും ഇത് ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ കാരണമാവുകയും ചെയ്യും. പക്ഷേ നമുക്ക് വീണ്ടും നമ്മുടെ ബോഡിയുമായിട്ട് റീകണക്ട് ചെയ്യാൻ ഒരുപാട് വഴികളുണ്ട്. ലൈക്ക് യോഗ, മെഡിറ്റേഷൻ, ബ്രീത്തിങ് എക്സസൈസ്, ഇതൊക്കെ അതിൽ പെടും. ഇത് പലപ്പോഴും നമ്മൾ ട്രിഗർ ആവുന്ന സിറ്റുവേഷനുകളിലൊക്കെ നമ്മളെ കാം ആവാൻ വളരെ സഹായിക്കും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സെൽഫ് കെയർ, സെൽഫ് ലവ്. ഇത്തരമൊരു സിറ്റുവേഷനിലൂടെ അല്ലെങ്കിൽ ട്രോമയിലൂടെ കടന്നു വന്ന ഒരാൾക്ക്
അതിലേക്ക് എത്തുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ നമ്മളെയൊക്കെ മനോഹരമായി ആർക്കാണ് നമ്മളെ സ്നേഹിക്കാനും കെയർ ചെയ്യാനും ഒക്കെ കഴിയുക? ഈ ഒരു പോയിന്റിലൂടെയൊക്കെ നടക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വർത്ത് ഓഫ് ലവും നിങ്ങൾ ഇതിൽ നിന്നൊക്കെ ഒരുപാട് മുന്നോട്ട് പോവേണ്ടതാണെന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയുമായിട്ട് വീണ്ടും റീകണക്ട് ചെയ്യാനും ഒക്കെ വളരെ എളുപ്പമായിരിക്കും, കഴിയുകയും ചെയ്യും. നമ്പർ 4, ട്രൈ മാസ്റ്റുർബേഷൻ. ആക്ച്വലി മാസ്റ്റുർബേഷൻ എന്നുള്ളത് നിങ്ങൾക്ക് വളരെ സേഫായിട്ട് നിങ്ങളുടെ ബോഡിയോടും നിങ്ങളുടെ സെക്ഷുവാലിറ്റിയോടും റീകണക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രാക്ടീസാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, പലർക്കും സെക്സിനോട് എന്നുള്ള പോലെ മാസ്റ്റുർബേഷനോടും അവരുടെ പാസ്റ്റ് എക്സ്പീരിയൻസിലൂടെ ഒരു റെസിസ്റ്റൻസ് തോന്നാൻ സാധ്യതയുണ്ട്. അത്തരം സിറ്റുവേഷനുകളിൽ നിങ്ങൾ സമയമെടുത്ത് അത് എക്സ്പ്ലോർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെക്ഷുവാലിറ്റിയോടും ഇൻറ്റിമസിയോടും നിങ്ങൾക്കൊരു ഹെൽത്തി കണക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബട്ട് എല്ലാവരും വ്യത്യസ്തരാണ്. സോ എല്ലാവർക്കും ഇത് പറ്റണമെന്നില്ല. ബട്ട് ഇറ്റ്സ് ഫൈൻ. ചിലരുടെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് ഈ സെക്ഷൽ ട്രോമ അവരെ സെക്സിനോടും മാസ്റ്റുർബേഷനോടുമുള്ള ഒരു അഡിക്ഷനിലാണ് എത്തിക്കുക. അത്തരം സിറ്റുവേഷനിൽ കൃത്യമായൊരു പ്രൊഫഷണൽ ഗൈഡൻസ് വളരെ അത്യാവശ്യമാണ്. നമ്പർ 5, കമ്മ്യൂണിക്കേറ്റ് വിത്ത് യുവർ പാർട്ട്ണർ. നിങ്ങളുടെ ലൈഫിൽ ഒരു നെഗറ്റീവ് സെക്ഷൽ എക്സ്പീരിയൻസ് വളരെ റീസെൻ്റ് ആയിട്ടോ അതല്ലെങ്കിൽ വളരെ മുൻപോ ആയിരിക്കാം ഉണ്ടായിട്ടുണ്ടായിരിക്കുക. ബട്ട് സ്റ്റിൽ മറ്റൊരാളുമായി ബന്ധപ്പെടുമ്പോൾ ആ എക്സ്പീരിയൻസ് നിങ്ങളെ ട്രിഗർ ചെയ്തേക്കാം. കാരണം ലൈഫിൽ പലപ്പോഴും വളരെ ട്രസ്റ്റ് ചെയ്ത ആളുകളിൽ നിന്നോ അടുത്തറിയുന്ന ആളുകളിൽ നിന്നോ ഒക്കെ ആയിരിക്കാം നിങ്ങൾക്ക് ഈ അബ്യൂസ് ഉണ്ടായിട്ടുണ്ടായിരിക്കുക. സോ അത് നിങ്ങളുടെ ഇന്നത്തെ ലൈഫിലും കാര്യങ്ങളിലും എല്ലാം നിങ്ങളെ വളരെ രീതിക്ക് എഫക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ പുതിയ റിലേഷൻഷിപ്പുകളെയും ഇത് ബാധിച്ചേക്കാം. നിങ്ങൾക്ക് പെട്ടെന്ന് ഒരാളെ ട്രസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. നിങ്ങളുടെ പാർട്ട്ണറിന്റെ ഫിസിക്കൽ നീഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകാനും സാധ്യതയുണ്ട്. ഇത്തരം ഒരു സിറ്റുവേഷനിൽ ഒരു തുറന്ന സംസാരമാണ് ഏറ്റവും വേണ്ടത്. അതും നിങ്ങളുടെ പാർട്ട്ണറിന് കംഫർട്ട് ആകുന്നതും മനസ്സിലാകുന്ന രീതിയിലും പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വരേണ്ട ഒരു കാര്യമാണ്. കാരണം അല്ലാത്ത പക്ഷം നിങ്ങൾ കംഫർട്ട് അല്ലാത്ത ഒരു സെക്ഷൽ ലൈഫിലേക്ക് കടക്കുമ്പോൾ അത് നിങ്ങളെ വീണ്ടും ഒരു ട്രോമയിലേക്ക് എത്തിക്കാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾക്ക് സെക്സിനോടുള്ള റെസിസ്റ്റൻസിൽ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നിങ്ങളുടെ പാർട്ട്ണറെയും ഡിസ്കംഫർട്ട് ആക്കാൻ സാധ്യതയുണ്ട്. രണ്ടുപേരും തുറന്ന് സംസാരിച്ച് നിങ്ങൾ രണ്ടുപേർക്കും കംഫർട്ടായും എക്സ്പ്ലോർ ചെയ്യാനും പ്ലഷർ എക്സ്പീരിയൻസ് ചെയ്യാനും കഴിയുന്ന ഒരു തരത്തിലേക്ക് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ പടി. നിങ്ങളുടെ പാർട്ട്ണർ ഇത് ആക്സെപ്റ്റ് ചെയ്യാത്ത ഒരാളാണെങ്കിലോ, നിങ്ങളുടെ കൺസേണിന് ഒട്ടും വാല്യൂ ചെയ്യാത്ത ഒരാൾ, അതും അല്ലെങ്കിൽ നിങ്ങളെ വീണ്ടും ഒരു ട്രോമയിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ പാർട്ട്ണർ തന്നെ കാരണമായാലോ? ഒരിക്കലും അത് സ്വന്തം പാർട്ട്ണർ ആണെങ്കിൽ പോലും അബ്യൂസിനെ ടോളറേറ്റ് ചെയ്യരുത്. നമ്പർ 6, ഫൈൻഡ് സപ്പോർട്ട്. നിങ്ങളുടെ പാസ്റ്റിലെ ട്രോമ നിങ്ങളുടെ കറന്റ് ലൈഫിലെ സെക്ഷൽ ലൈഫിനെയും സെൽഫ് എസ്റ്റീമിനെയും ഒക്കെ ബാധിക്കുന്ന തരത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു സീക്ക് എ പ്രൊഫഷണൽ ഹെൽപ്പ്. നിങ്ങളുടെ സ്പെസിഫിക് ആയിട്ടുള്ള ഇഷ്യൂവിന് വേണ്ട ഹെൽപ്പും ഗൈഡൻസും ട്രീറ്റ്മെന്റ് പ്ലാനും നൽകാൻ ഈ ഏരിയയിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഫഷണലിന് കഴിയും, ലൈക്ക് എ സെക്സ് തെറാപ്പിസ്റ്റ്. അങ്ങനെ ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടോ നാണക്കേടോ അൺകംഫർട്ടോ ഒന്നും വിചാരിക്കേണ്ടതില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രൊഫഷണൽ ഹെൽപ്പും നോൺ ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള ഒരു സ്പേസും വേണമെന്ന് തോന്നുകയാണെങ്കിൽ സീക്ക് ഹെൽപ്പ് ഫ്രം എ ക്വാളിഫൈഡ് സൈക്കോളജിസ്റ്റ് ആൻഡ് സെക്സ് തെറാപ്പിസ്റ്റ് അറ്റ് ഒപ്പം ഇന്റിമേറ്റ്. താഴെ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിലോ ക്ലിക്ക് ചെയ്താൽ ഒപ്പം ഇന്റിമേറ്റിലെ ഫസ്റ്റ് റെസ്പോണ്ടേഴ്സുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ കഴിയും. അവർ നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഹെൽപ്പിന് വേണ്ടി നിങ്ങളെ അസിസ്റ്റ് ചെയ്യും. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്ന് കരുതുന്ന ഒരാൾക്ക് ഇത് ഷെയർ ചെയ്യുക. സെക്ഷൽ വെൽനെസ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസിനുമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.